നമസ്കാരം. പ്രധാന വാർത്തകൾ. വന്ദേ ഭാരത് ട്രെയിന് നേരെ കല്ലേറ്. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ അജ്ഞാതർ കല്ലെറിഞ്ഞു. ബുധനാഴ്ച രാത്രി വാരണാസിയിലാണ് സംഭവം. രാത്രി 8:15 പ്രതികൾ ട്രെയിനിന്റെ C5 ജനൽ ഗ്ലാസ് കല്ലെറിഞ്ഞ് കേടുവരുത്തിയതായി റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 22-346 നമ്പർ വന്ദേ ഭാരത് ട്രെയിന് നേരെയാണ് കല്ലേറുണ്ടായത്. ലക്നൌവിൽ നിന്ന് പട്നയിലേക്ക് പോവുകയായിരുന്നു ട്രെയിൻ. ബനാറസിനും കാശിക്കും ഇടയിലുള്ള റോഡിൽ വെച്ചാണ് അജ്ഞാതർ കല്ലെറിഞ്ഞത്. ഇതുവരെ പ്രതികളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇൻസ്പെക്ടർ ഇൻചാർജ് RPF വ്യാസ്നഗറാണ് അന്വേഷണം നടത്തിവരുന്നത്. പ്രാദേശിക വിവരങ്ങൾ ശേഖരിക്കുകയും വന്ദേ ഭാരതിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ പരിശോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയുമാണ്. ഏഷ്യൻ സിനിമയുടെ മാതാവ് അരുണ വാസുദേവ് അന്തരിച്ചു. ഏഷ്യൻ സിനിമയുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നിരൂപകയും എഴുത്തുകാരിയുമായ അരുണ വാസുദേവ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. നിരവധി ഹ്രസ്വ ഡോക്യുമെന്ററികൾ നിർമ്മിച്ചു. സിനിമയിലും സെൻസർഷിപ്പിലും പാരീസ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. തീസിസ് ലിബർട്ടി എൻ ലൈസൻസ് ഇൻ ഇന്ത്യൻ സിനിമ എന്ന പേരിൽ 1979 പ്രസിദ്ധീകരിച്ചു. ഏഷ്യൻ സിനിമകളുടെ ശക്തിയായ പ്രചാരകയായതിനാലാണ് അരുണ മദർ ഓഫ് ഏഷ്യൻ സിനിമ എന്നറിയപ്പെട്ടത്. ഭർത്താവ് പരേതനായ സുനിൽകുമാർ റോയ് ചൌധരി ഇന്ത്യയിൽ നയതന്ത്രജ്ഞനായിരുന്നു. ഹണി ട്രാപ്പ്. നഗ്നചിത്രം പകർത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തു. പ്രതിപിടിയിൽ. ഹണി ട്രാപ്പിലൂടെ നഗ്നചിത്രം പകർത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്ത പ്രതിപിടിയിൽ. ചെമ്മനാട് മുണ്ടാങ്കുളം സ്വദേശി സയ്യിദ് റഫീഖാണ് പിടിയിലായത്. ഇതേ കേസിൽ 2 സ്ത്രീകളടക്കം 7 പേരെ കഴിഞ്ഞ ജനുവരിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഹണി ട്രാപ്പിലൂടെ 59-കാരനിൽ നിന്നാണ് പ്രതി 5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. നേരത്തെ അറസ്റ്റ് ചെയ്ത 7 പേരിൽ ഒരാളായ MB റുബീന പാവപ്പെട്ട വിദ്യാർത്ഥിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഹണി ട്രാപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായ പരാതിക്കാരൻ ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. റുബീനയുടെ പഠനാവശ്യത്തിന് ലാപ്ടോപ്പ് വാങ്ങാൻ പരാതിക്കാരനെ മംഗളൂരുവിൽ എത്തിച്ചിരുന്നു. അവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയാണ് നഗ്നചിത്രം പകർത്തി ചതിയിൽപ്പെടുത്തിയത്. നഗ്നചിത്രം പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. തട്ടിപ്പ് സംഘത്തിന്റെ ഡ്രൈവറാണ് റഫീഖ്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ വിവാഹിതയായി. നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വിവാഹിതയായി. ദീർഘനാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം. അശ്വിൻ ഗണേശാണ് വരൻ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ. കുടുംബത്തോട് വളരെ അടുത്ത അതിഥികൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. സിനിമ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം രാധിക സുരേഷ് ഗോപി, സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞതിനാൽ അതിയായ സന്തോഷമെന്ന് കൃഷ്ണകുമാർ പ്രതികരിച്ചു. ഇനി ആഘോഷങ്ങൾ ഒന്നുമില്ലെന്നും കോവിഡ് നമ്മളെ പഠിപ്പിച്ചതുപോലെ ചെറിയൊരു വിവാഹമാണ് നമുക്കിനി വേണ്ടതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. കൃഷ്ണകുമാർ സിന്ധു ദമ്പതികളുടെ 2ാമത്തെ മകളാണ് ദിയ കൃഷ്ണ. അഹാനയും ഇഷാനയും ഹൻസികയുമാണ് സഹോദരിമാർ. ആലപ്പുഴയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ആലപ്പുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. നഗരത്തിലെ മാർക്കറ്റ് റോഡിലെ സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടിച്ചത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി.